നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നു മാത്രമാണ്: നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പുറംലോകത്തോടല്ല, മറിച്ച് സ്വന്തം ഉള്ളിന്റെയുള്ളിൽ നടക്കുന്ന ആ യുദ്ധം കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുന്നു. ആ അസ്വസ്ഥത, ആ ശൂന്യത, എല്ലാ രാത്രിയിലും ഉറക്കം കെടുത്തുന്ന ആ ചോദ്യം, എന്റെ വിധി എപ്പോഴാണ് മാറുക? എന്നാൽ സത്യമിതാണ്, വിധി മാറ്റാൻ കഴിയില്ല, അത് നേടിയെടുക്കണം. അതും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രം. ഇന്നത്തെ വിഷയം അല്പം ആഴമേറിയതാണ്, പക്ഷേ അത് അത്യാവശ്യമാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ഉള്ളിലെ ചില പഴയ വിശ്വാസങ്ങളുടെയും പുതിയൊരു ഊർജ്ജം ജനിക്കും. കാരണം പ്രപഞ്ചത്തിന്റെ ഓരോ നിയമവും നിങ്ങളുടെ വിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ നിങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ടാലും ലക്ഷ്യം അവ്യക്തമായി തന്നെ തുടരും. എന്നാൽ ആ നിയമങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ ജീവിതം നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ ഇത്രമാത്രം കുറിക്കുക: പ്രപഞ്ചമേ, ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായ മനസ്സോടെ. നമുക്ക് ഈ യാത്ര തുടങ്ങാം. നമ്മൾ ജനിക്കുമ്പോൾ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നൊരു വഴികാട്ടി പുസ്തകം ആരും തരുന്നില്ല. പ്രപഞ്ചത്തിന്റെ ഭാഷ എന്താണെന്നോ, ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ, ഊർജം എങ്ങനെ ഒഴുകുന്നുവെന്നോ, കമ്പനങ്ങൾ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നതെന്നോ ആരും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ജീവിതം ജീവിക്കുന്നതിന് പകരം അതൊരു തടവറ പോലെ അനുഭവിച്ചു തീർക്കുന്നത്. എന്നാൽ ചിലർക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് അവരുടെ ഭാഗ്യമല്ല, മറിച്ച് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവാണ്. പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് സഞ്ചരിക്കാൻ അറിയുന്നവർക്ക് മുമ്പിൽ ഓരോ വാതിലും താനേ തുറക്കപ്പെടും. ഒന്നാം നിയമം: നിങ്ങൾ ചിന്തിക്കുന്നതെന്താണോ അതാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് പ്രപഞ്ചം കരുതുന്നു. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ സമയം മോശമാണ്, എല്ലാം എനിക്ക് എതിരായാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന നിർദ്ദേശവും അതുതന്നെയാണ്. നിങ്ങൾ എന്ത് നിർദ്ദേശം നൽകിയോ പ്രപഞ്ചം അതുതന്നെ നിങ്ങൾക്ക് തിരികെ നൽകും. ഇപ്പോൾ ചിലർ പറയും, ഞാൻ ഒരിക്കലും മോശമായത് ചോദിച്ചിട്ടില്ലല്ലോ എന്ന്. സത്യമാണ്, നിങ്ങൾ വാക്കുകളിൽ ചോദിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ ചിന്തകളിൽ വരുത്തിയില്ലേ? പ്രപഞ്ചം വാക്കുകളെയല്ല, ചിന്തകളുടെ കമ്പനങ്ങളെയാണ് കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ വികാരങ്ങൾ അടങ്ങിയ ചിന്ത ഏതാണോ അതാണ് പ്രപഞ്ചത്തിനുള്ള ആജ്ഞയായി മാറുന്നത്. അതിനാൽ കടുത്ത വിഷമത്തിൽ ഇനിയൊന്നും മാറാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാതെ തന്നെ ഒന്നും മാറ്റേണ്ടതില്ല എന്ന കൽപ്പനയാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. രണ്ടാം നിയമം: പ്രപഞ്ചം ചലനത്തിലാണ് വിശ്വസിക്കുന്നത്, നിശ്ചലാവസ്ഥയിലല്ല. കുറച്ചു ദിവസം നല്ല കാര്യങ്ങൾ ഉരുവിട്ടു, കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു, ഇനി എന്റെ ജീവിതം മാറണമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇല്ല, മാറില്ല. നിങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ എന്നാണ് പ്രപഞ്ചം നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ മറികടന്നോ? നിങ്ങൾ ചെറിയ ചുവടുകൾ വെച്ചോ? കാരണം വെറുതെ ചിന്തിക്കുന്നവൻ സ്വപ്നം കാണുക മാത്രമാണ്. എന്നാൽ നടക്കാൻ തുടങ്ങുന്നവൻ പ്രപഞ്ചത്തിന് മറുപടി നൽകുകയാണ്. ഞാൻ തയ്യാറാണ് എന്ന് ഉള്ളിൽ നിന്ന് സൂചന നൽകുന്നവരെ മാത്രമേ പ്രപഞ്ചം സഹായിക്കൂ. മൂന്നാം നിയമം: നിങ്ങൾക്ക് വേണ്ടതല്ല, മറിച്ച് നിങ്ങൾക്ക് യോഗ്യമായതേ പ്രപഞ്ചം നൽകൂ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കഠിനമായി തോന്നാം, പക്ഷേ ഇതാണ് സത്യം. ഓരോ മനുഷ്യനും എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ സ്നേഹം, ചിലർ പണം, ചിലർ വിജയം. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾ സ്വയം തയ്യാറെടുത്തോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഊർജ്ജത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ പ്രാപ്തരായോ? പ്രപഞ്ചം എപ്പോഴും നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ, നിങ്ങളുടെ അധ്വാനത്തെ, എല്ലാത്തിലുമുപരി നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ. നിങ്ങൾ പുറമെ ചിരിക്കുകയും ഉള്ളിൽ ഭയപ്പെടുകയും ചെയ്താൽ പ്രപഞ്ചം ആ ഭയത്തെയാണ് വായിക്കുക, നിങ്ങളുടെ ചിരിയെയല്ല. എനിക്ക് പണക്കാരനാകണം എന്ന് പറയുകയും എന്നാൽ പണക്കാർ മോശക്കാരാണ് എന്ന് ഉള്ളിൽ ചിന്തിക്കുകയും ചെയ്താൽ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളുടെ ആഴത്തെയാണ് പിടിച്ചെടുക്കുക, നിങ്ങളുടെ വാക്കുകളെയല്ല. ഓർക്കുക, നിങ്ങൾ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് പുറംകാഴ്ചയിലല്ല, തരംഗങ്ങളിലാണ്. ഇനി ചിന്തിക്കൂ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ പ്രപഞ്ചത്തോട് പരാതി പറയുകയാണോ അതോ സംവദിക്കുകയാണോ? കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പരാതി എന്നത് ഒരു അടഞ്ഞ വാതിൽ പോലെയാണ്, എന്നാൽ സംവാദം പ്രപഞ്ചത്തെ തുറക്കുന്ന താക്കോലാണ്. വീണ്ടും അതേ പഴയ ജീവിതം എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതെങ്കിൽ അതേ പഴയ ഊർജ്ജത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. എന്നാൽ രാവിലെ എഴുന്നേറ്റയുടൻ പ്രപഞ്ചമേ, നിന്റെ സൂചനകൾ മനസ്സിലാക്കാൻ ഞാനിതാ തയ്യാറാണ് എന്നുള്ളിൽ പറഞ്ഞാൽ മുൻപ് ഇരുട്ടിലായിരുന്ന വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞുകിട്ടും. ഇവിടെ ഒരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക: പ്രപഞ്ചം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, അത് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ അയക്കുന്നതെന്താണോ അത് തന്നെ തിരിച്ചുവരും. നിങ്ങൾ ദേഷ്യമയച്ചാൽ ദേഷ്യം ലഭിക്കും, സ്നേഹമയച്ചാൽ സ്നേഹം തിരികെ വരും, സംശയമയച്ചാൽ വഴികൾ അടയും, വിശ്വാസമയച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ ചോദ്യമിതാണ്: നിങ്ങൾ എന്താണ് അയക്കുന്നത്? നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലായാലും, തളർന്നവരായാലും തകർന്നവരായാലും, ഇതൊന്നുമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുക. ഇതൊരു ഇടത്താവളം മാത്രമാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരേയൊരു വഴിയേയുള്ളൂ: പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ സ്വീകരിക്കുക. ഓരോ രാവിലെയും ഓരോ രാത്രിയും ഓരോ ചിന്തയിലും സ്വയം ചോദിക്കുക:
ഞാൻ പ്രപഞ്ചത്തിനൊപ്പം സഞ്ചരിക്കുകയാണോ അതോ അതിനോട് പോരാടുകയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നന്ദി പറയുക. പ്രപഞ്ചത്തിന്റെ വാതിലുകൾ തുറക്കുന്ന മന്ത്രമാണത്. നിങ്ങൾ ആരുമല്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം. എങ്കിലും പ്രപഞ്ചമേ, നൽകിയ എല്ലാത്തിനും നന്ദി എന്ന് ആത്മാർത്ഥമായി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഞാൻ യോഗ്യനാണ്, ഞാൻ തയ്യാറാണ് എന്ന കമ്പനമാണ് നിങ്ങൾ അയക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, ജീവിതം നിങ്ങളെ വലിച്ചിഴച്ചും വേദനിപ്പിച്ചും പഠിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ സ്നേഹത്തോടെയും അറിവോടെയും പ്രപഞ്ചത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് പഠിക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ വരെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ വഴി തെരഞ്ഞെടുത്തു കഴിഞ്ഞു എന്നാണ്. ഇനി നമുക്ക് മാറ്റത്തിന്റെ യഥാർത്ഥ തുടക്കം കുറിക്കുന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കാരണം സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല ജീവിതം മാറുന്നത്, മറിച്ച് ചിന്തകൾ മാറുമ്പോഴാണ് ജീവിതം മാറുന്നത്. പ്രപഞ്ച നിയമങ്ങളെ കേവലം കേൾക്കുക മാത്രമല്ല, അത് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ചിന്തകൾ മാറുന്നത്. ഇനി നമുക്ക് ഏറ്റവും ശക്തമായ നിയമത്തെക്കുറിച്ച് സംസാരിക്കാം, കമ്പന നിയമം. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ബോധവുമെല്ലാം ഊർജത്തിന്റെ കമ്പനങ്ങളാണ്. പ്രപഞ്ചം ആ കമ്പനങ്ങളുമായാണ് സംസാരിക്കുന്നത്. അതായത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഒരുപക്ഷെ എനിക്ക് യോഗ്യതയില്ലായിരിക്കാം, മറ്റുള്ളവർക്ക് മാത്രമാണ് ഭാഗ്യമുള്ളത് എന്നിങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു നിഷേധാത്മക തരംഗം നിങ്ങൾ പരത്തുകയാണ്. ആ കമ്പനവുമായി ഒത്തുപോകുന്ന സംഭവങ്ങളെ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആകർഷിക്കും. എന്നാൽ ഞാൻ പ്രാപ്തനാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, എന്റെ ജീവിതത്തിൽ എല്ലാം സാധ്യമാണ് എന്ന് ചിന്തകൾ മാറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഊർജം ഉയരുന്നു. പ്രപഞ്ചം അതേ ഊർജത്തെ സംഭവങ്ങളായും വ്യക്തികളായും അവസരങ്ങളായും തിരികെ നൽകും. ഇപ്പോൾ ചിലർ പറയും, ഞങ്ങൾ ചിന്തകൾ മാറ്റി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എത്ര ആഴത്തിൽ മാറ്റി, എത്ര തവണ മാറ്റി, എത്ര വിശ്വാസത്തോടെ മാറ്റി? കാരണം പ്രപഞ്ചം നിങ്ങളുടെ ശീലങ്ങളെയാണ് നോക്കുന്നത്, വെറും ആഗ്രഹങ്ങളെയല്ല. ആഴ്ചയിൽ 2 ദിവസം പോസിറ്റീവായി ചിന്തിക്കുകയും ബാക്കി സമയം മുഴുവൻ ഉത്കണ്ഠയിൽ കഴിയുകയും ചെയ്താൽ പ്രപഞ്ചം അതേ മിശ്രിതമാണ് തിരികെ നൽകുക. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ ഉദ്ദേശ്യത്തെയല്ല, നിങ്ങളുടെ സ്ഥിരതയെയാണ് വായിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമത്തെക്കുറിച്ച് പറയാം, അനുവദിക്കലിന്റെ നിയമം. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബലമായി പിടിച്ചുവാങ്ങാൻ ശ്രമിക്കരുത്, മറിച്ച് അത് വരാൻ അനുവദിക്കുക. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ശൂന്യതയാണ്. കാരണം എല്ലാം പോരാട്ടത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യമിതാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോരാട്ടമുണ്ടാകുന്നത്. പ്രപഞ്ചത്തെ അതിന്റെ വഴിക്ക് വിടുകയും അതിനൊപ്പം ഒഴുകുകയും ചെയ്യുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത്. നിങ്ങൾ പുഴയെ കണ്ടിട്ടില്ലേ? മലകളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അത് സ്വന്തം വഴി കണ്ടെത്തുന്നു. ബലപ്രയോഗമില്ല, തടസ്സങ്ങളില്ല, വെറും ഒഴുക്ക് മാത്രം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒഴുക്കിനെ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോകാൻ അനുവദിക്കുക. കാരണം പഴയത് പോയാലേ പുതിയതിന് വരാൻ കഴിയൂ. ഇനിയൊരു ചോദ്യം, പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കുമോ? അതെ, പ്രപഞ്ചത്തിനൊരു പരീക്ഷണ രീതിയുണ്ട്. നിങ്ങൾ പുതിയൊരു ചിന്താഗതി സ്വീകരിക്കുമ്പോൾ, ഉദാഹരണത്തിന്, ഇനി ഞാൻ ഭയമില്ലാതെ വിശ്വാസത്തോടെ ജീവിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ, പ്രപഞ്ചം ഒരു പരീക്ഷണമയക്കും. ഒരുപക്ഷെ ഭയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെ എത്തിക്കും. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഉത്തരം നൽകേണ്ടത്. നിങ്ങൾ വീണ്ടും ഭയത്തെ തിരഞ്ഞെടുക്കുമോ അതോ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമോ? പുതിയ ചിന്തയോടെ നിങ്ങൾ മുന്നോട്ടു പോയാൽ ഇവനിപ്പോൾ തയ്യാറാണ് എന്ന് പ്രപഞ്ചം മനസ്സിലാക്കും. പിന്നെ സംഭവങ്ങൾ മാറുന്നതും ആളുകൾ മാറുന്നതും സാഹചര്യങ്ങൾ മാറുന്നതും വിധി മാറുന്നതും നിങ്ങൾക്ക് കാണാം. ഇനി ക്ഷമയെക്കുറിച്ച് സംസാരിക്കാം. ആളുകൾ ഏറ്റവും കുറച്ചു മാത്രം അനുസരിക്കുന്ന, എന്നാൽ പ്രപഞ്ചം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിയമമാണിത്. ഓരോ വിത്തിനും മരമാകാൻ സമയം വേണം. ഓരോ പ്രാർത്ഥനയ്ക്കും ഫലമാകാൻ സമയം വേണം. പക്ഷേ മനുഷ്യർക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഞാൻ 2 ദിവസം ധ്യാനം ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ഒരാഴ്ച നല്ലത് ചിന്തിച്ചു, പക്ഷേ ഫലമെവിടെ? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങളുടെ ക്ഷമയില്ലാത്ത അവസ്ഥയുണ്ട്. അത് ഇവൻ തയ്യാറായിട്ടില്ല എന്ന സൂചനയാണ് പ്രപഞ്ചത്തിന് നൽകുന്നത്. കാരണം ക്ഷമ എന്നത് വെറും കാത്തിരിപ്പല്ല, വിശ്വാസത്തെ ജീവനോടെ നിലനിർത്തുന്ന ഊർജ്ജമാണത്. ക്ഷമയോടെ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വേണം എന്നല്ല നിങ്ങൾ പറയുന്നത്, മറിച്ച് അതെന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാണ്. ഈ ചിന്തയാണ് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്. ഇനി മൗനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാം. പ്രപഞ്ചത്തിന്റെ ശബ്ദം വളരെ മൃദുവായതാണ്. നിങ്ങളുടെ മനസ്സിൽ ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും അതൃപ്തിയുടെയും ഒച്ചപ്പാടാണെങ്കിൽ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിനുള്ള പരിഹാരം, ഉത്തരങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. വഴികാട്ടൽ എപ്പോഴും ലഭ്യമാണ്. പക്ഷേ അത് കേൾക്കാൻ മനസ്സ് ശാന്തമാക്കണം. അതുകൊണ്ട് ധ്യാനം എന്നത് വെറുമൊരു ശീലമല്ല, പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള നേരിട്ടുള്ള വഴിയാണ്. നിങ്ങൾ മൗനത്തിലിരിക്കുമ്പോൾ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പ്രപഞ്ചത്തോട് പറയുകയാണ്. നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ മുൻപ് ഇരുട്ടായി തോന്നിയ വഴികൾ തെളിയാൻ തുടങ്ങും. ഇപ്പോൾ ഈ നിമിഷമൊന്നു നിൽക്കൂ, എന്നിട്ട് സ്വയം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കൂ.
1. ഞാൻ പ്രപഞ്ചത്തോട് പോരാടുകയാണോ അതോ കൂടെ നടക്കുകയാണോ? 2. എന്റെ ചിന്തയും ഊർജവും ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് യോഗ്യമാണോ? 3. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആ നിയമങ്ങളെ അനുസരിക്കാൻ ഞാൻ ശരിക്കും തയ്യാറാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. കുറച്ചുകൂടി വിശ്വാസം, കുറച്ചുകൂടി ക്ഷമ, പൂർണ്ണമായ സമർപ്പണം എന്നിവ മാത്രം മതി. അവസാനമായി ഒരു കാര്യം കൂടി. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും തോൽവികളുമൊന്നും വെറുതെയാകില്ല. പ്രപഞ്ച നിയമങ്ങൾ മനസ്സിലാക്കി പുതിയൊരു ഊർജ്ജത്തോടെ മുന്നോട്ടു പോകുമ്പോൾ ആ പഴയ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ധനമായി മാറും. ഇതാണ് മാറ്റം. ഇനി പ്രപഞ്ചത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന ആ രഹസ്യത്തെക്കുറിച്ച് പറയാം. വ്യക്തവും സ്ഥിരവുമായ സൂചനകൾ. നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് പ്രപഞ്ചത്തിന് വ്യക്തമായി കാണാൻ കഴിയണം. എന്നാൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ചെയ്യുന്നത്? രാവിലെ എനിക്ക് പുതിയ ജീവിതം വേണം എന്ന് ചിന്തിക്കും. ഉച്ചയാകുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ എന്ന് ഭയക്കും. രാത്രി ക്ഷീണിച്ച് ഇതൊന്നും എന്റെ വിധിയിലില്ല എന്ന് പറയും. ഈ ആശയക്കുഴപ്പത്തെ പ്രപഞ്ചം ഒരു മരീചികയായാണ് കാണുന്നത്. മറുപടിയും അതുപോലെയായിരിക്കും. അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും മാറ്റം കാണാൻ കഴിയാത്തത്. അതിനാൽ അടുത്ത തവണ പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ വ്യക്തതയോടെ ചോദിക്കുക. ചോദിച്ചതിനു ശേഷം ഒരു വിത്ത് പാകി വെള്ളമൊഴിക്കുന്നത് പോലെ ഓരോ ദിവസവും അതേ വിശ്വാസത്തോടെ അത് ആവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിന് ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ഊർജം നൽകുക. ഇനി കമ്പനത്തെ എങ്ങനെ ശക്തമാക്കാം എന്ന് നോക്കാം. പ്രപഞ്ചം നിങ്ങളുടെ ശബ്ദമല്ല കേൾക്കുന്നത്, നിങ്ങളുടെ മാനസികാവസ്ഥയെയാണ് വായിക്കുന്നത്. എനിക്ക് സ്നേഹം വേണം എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ ഉള്ളിൽ അരക്ഷിതാവസ്ഥയും ഭയവുമാണെങ്കിൽ പ്രപഞ്ചം ആ ഭയത്തെയാണ് പിടിച്ചെടുക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ എന്താണോ വേണ്ടത് ആ ഊർജ്ജത്തിലേക്ക് നിങ്ങൾ ആദ്യം സ്വയം വരണം. സ്നേഹമാണ് വേണ്ടതെങ്കിൽ ആദ്യം സ്നേഹത്തെ അനുഭവിക്കുക. സ്വയം അംഗീകരിച്ചും മറ്റുള്ളവരെ നിരുപാധികം ക്ഷമിച്ചും പ്രപഞ്ചത്തിൽ വിശ്വസിച്ചും അത് നേടാം. സമൃദ്ധിയാണ് വേണ്ടതെങ്കിൽ ഇല്ലായ്മയെയല്ല, മറിച്ച് ഉള്ളതിനോടുള്ള നന്ദിയെ അനുഭവിക്കുക. ഓരോ രാവിലെയും പ്രപഞ്ചത്തിന് നന്ദി പറയുക. ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓരോ രാത്രിയും ഓർക്കുക. ഇതാണ് ഒത്തുചേരൽ. ഇതാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. നിങ്ങളുടെ വിധിയെ മാറ്റാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ചില പ്രവൃത്തികളിതാ. 1. മൗനപ്രാർത്ഥന. രാവിലെ എഴുന്നേറ്റയുടൻ കണ്ണടച്ച് പറയുക, പ്രപഞ്ചം എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ പുതിയൊരു അവബോധത്തിലാണ്. ഓരോ വാക്കും അനുഭവിക്കുക. ഇത് വെറുമൊരു മന്ത്രമല്ല, പ്രപഞ്ചത്തിന് നൽകുന്ന ആജ്ഞയാണ്. 2. കാഴ്ചയിലൂടെയുള്ള ധ്യാനം. ദിവസവും 5-10 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം കാണുക. അത് ചിന്തിക്കുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്താണ് ധരിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, ആരൊക്കെ കൂടെയുണ്ട്, എല്ലാം കാണുക. ഇത് പ്രപഞ്ചത്തിന് ഒരു രൂപരേഖ അയക്കുന്നത് പോലെയാണ്. 3. ഊർജ്ജ ശുദ്ധീകരണം. മോശം ചിന്തകളെ പിടികൂടി ഉടൻ തന്നെ മാറ്റുക. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുമ്പോൾ തന്നെ പ്രപഞ്ചശക്തി എന്റെ കൂടെയുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്ന് മറുപടി നൽകുക. ഓരോ മോശം ചിന്തയെയും സ്വയം മാറ്റാനുള്ള അവസരമാക്കുക. ചില കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ചം നിങ്ങളുടെ അടിമയല്ല, നിങ്ങളുടെ പ്രതിബിംബമാണ്. നിങ്ങൾ അയക്കുന്നത് മാത്രമേ അത് തിരികെ തരൂ. ജീവിതത്തിൽ ദുഃഖവും കഷ്ടപ്പാടുമുണ്ടെങ്കിൽ പ്രപഞ്ചം തെറ്റാണെന്നല്ല അർത്ഥം. അത് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. പുറം ലോകം മാറാൻ ആദ്യം ഉള്ളിലെ ലോകം മാറണം. അവസാനമായി ഒരു ചോദ്യം. നിങ്ങൾ ശരിക്കും തയ്യാറാണോ? നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാണോ? ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രപഞ്ചത്തിനൊപ്പം നടക്കും, അതിനെതിരെയല്ല. ഞാൻ ഇനി വിധിയെ കാത്തിരിക്കില്ല, ഞാൻ അതിനെ വാർത്തെടുക്കും. പഠിക്കാൻ ഞാൻ ഭയപ്പെടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങളുടെ വിധിയെ മാറ്റാതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ ഏതെങ്കിലും ഒരു നിമിഷം ഇതെന്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് വെറുതെ അനുഭവിക്കുക മാത്രമല്ല, ജീവിക്കാൻ തുടങ്ങുക. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ. ഓരോ ദിവസവും പ്രപഞ്ചത്തെ തിരിച്ചറിയുക. ഓരോ നിമിഷവും സ്വയം ഊർജ്ജത്തിൽ നിലനിൽക്കുക. ഓരോ ചിന്തയും പ്രപഞ്ചത്തിന്റെ ദിശയിലേക്ക് തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിധി എഴുതപ്പെടുകയല്ല, മറിച്ച് നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ വെളിച്ചമായി തോന്നിയെങ്കിൽ, ഉള്ളിൽ എന്തെങ്കിലും ചലനമുണ്ടായെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിങ്ങൾ എപ്പോഴോ അനുഭവിച്ച ഇരുട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാകാം. അവർക്കിത് എത്തിച്ചു നൽകുക. ഒരുപക്ഷെ ഈ വീഡിയോയിലൂടെ അവരുടെ ജീവിതത്തിലും പ്രകാശം പരന്നേക്കാം. ഈ യാത്ര ശരിയായ ദിശയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഈ അറിവ് നിലനിർത്തുക. ഓർക്കുക, പുറത്ത് എന്തെങ്കിലും മാറുമ്പോഴല്ല വിധി മാറുന്നത്, നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുമ്പോഴാണ് വിധി മാറുന്നത്. അപ്പോൾ പ്രപഞ്ചം പറയും, ഇവൻ ഇപ്പോൾ തയ്യാറാണ്. നന്ദി.